തേങ്ങയില്ലാതെ തന്നെ എങ്ങനെ ഒരു ചട്നി റെഡിയാക്കി എടുക്കണമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിന് അതേപോലെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ നല്ല ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 4 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 4-5 വറ്റൽമുളക്, ചെറിയ പീസ് ഇഞ്ചി, ഒരു വലിയ സവാള അരിഞ്ഞത്, അതേപോലെ ഒരു 4-5 ചുവന്നുള്ളി, ഒരു ചെറിയ പീസ് പുളി. അത് മറക്കരുത് കേട്ടോ. അത് ഇതിൽ വീഡിയോ സ്കിപ്പായി എടുക്കുകയാണ്. പുളി എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ. പുളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ തണ്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം പിന്നെ ഉഴുന്നിട്ട് കൊടുക്കുക. പൊട്ടുകടല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിയാൽ അത് നമ്മൾക്ക് നമ്മളുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും സപ്പോർട്ടൊക്കെ തരണം കേട്ടോ. ഇത് തേങ്ങ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചട്നി ആരും റെഡിയാക്കാതിരിക്കേണ്ട. ഇത് നല്ല ടേസ്റ്റും നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്കിന്ന് ദോശയും ഈ ചട്നിയാണ് കേട്ടോ ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.